അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. വേദിയിലെ ബഹുമാന്യ വ്യക്തിത്വങ്ങളെ, സ്നേഹം നിറഞ്ഞ ISMൻ്റെ സഹപ്രവർത്തകരെ, വളരെ ശ്രദ്ധേയമായ വിഷയങ്ങളാണ് നമ്മുടെ ഈ പ്രോഗ്രാമിലെ ഓരോ സെഷനുകളിലും വിശദീകരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇത്തരം വിഷയങ്ങളിൽ ഒരു മുസ്ലിമിനുണ്ടാകേണ്ട നിലപാടുകൾ ആദർശരംഗത്തും പ്രബോധന രംഗത്തും വ്യത്യസ്തങ്ങളായ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ആ സംഭവങ്ങളെയും സംഘടനകളെയും അടിസ്ഥാനപ്പെടുത്തിയൊക്കെ നമ്മുടെ നിലപാടുകൾ എങ്ങനെയായിരിക്കണം എന്നുള്ളതാണ് ഇവിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. വർഗീയമായ ഒരു സാഹചര്യത്തിലേക്ക് മുസ്ലിം യുവാക്കൾ പ്രത്യേകിച്ച് കൊണ്ടുപോകാനുള്ള തീവ്രമായ ശ്രമങ്ങൾ പല ഭാഗങ്ങളിൽ നിന്നായി പല സംഘടനകളുടെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്തരം സാഹചര്യത്തിൽ നമ്മൾ എങ്ങനെയായിരിക്കണം എന്നുള്ളതാണ് ഇവിടെ ബഹുമാന്യനായ അനസ് മൗലവി വിശദീകരിക്കാനിരിക്കുന്നത്. നമ്മെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ ഖുർആനും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയുമാണ് അടിസ്ഥാനപരമായ പ്രമാണങ്ങൾ. ആ പ്രമാണങ്ങൾ ഓരോ വിഷയങ്ങളിലും എങ്ങനെയാണ് നമുക്ക് നിലപാടുകൾ വിശദീകരിച്ച് തന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അങ്ങനെ വിഷയങ്ങളെ സമീപിക്കലാണ് നമ്മളെല്ലാവരും ചെയ്യേണ്ടത്. അതിലൊരു തീവ്രതയുടെ അംശമില്ലാതെ, നിഷേധത്തിൻ്റെ അംശമില്ലാതെ, എന്താണോ ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത് അത് അതേപോലെ ഉൾക്കൊള്ളുകയും മനസ്സിലാക്കുകയും പ്രാവർത്തികമാക്കുകയുമാണ് നമ്മൾ ചെയ്യേണ്ടത്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് വലവിത്തബഅൽ ഹഖ്ഖു അഹ്വാഅഹും ലഫസദത്തിസ് സമാവാതു വൽ അർദ് വമൻ ഫീഹിന്ന ബൽ അതൈനാഹും ബിദിക്രിഹിം വഹും അൻ ദിക്രിഹിം മുഅ്രിദൂൻ. സത്യമെങ്ങാനും അവരുടെ തന്നിഷ്ടപ്രകാരമായിരുന്നുവെങ്കിൽ ലഫസദത്തിസ് സമാവാതു വൽ അർദ്, ആകാശ ഭൂമികളിലെല്ലാം കുഴപ്പങ്ങൾ ഉണ്ടാകുമായിരുന്നു. എന്നാൽ അവരിലേക്ക്, മനുഷ്യ സമൂഹത്തിലേക്ക് അള്ളാഹുവിൻ്റെ ദിക്ർ അവതരിക്കപ്പെടുകയും ആ ദിക്റിനെ സംബന്ധിച്ച് ആളുകൾ അശ്രദ്ധരാവുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ സത്യം എന്നുള്ളത് ഏത് കാലഘട്ടത്തിലും ഏത് വിഷയങ്ങളിലും അതിൻ്റെ കൃത്യമായ നിലപാട് അള്ളാഹു അവതരിപ്പിച്ച നിലപാടാണ്. ആ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് നമ്മളെല്ലാവരും ചെയ്യേണ്ടത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്ക ജീവിത കാലഘട്ടത്തിൽ ഒരുപാട് വിമർശനങ്ങൾക്കും ഉപദ്രവങ്ങൾക്കും പീഡനങ്ങൾക്കും ഒക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിധേയനായിരുന്നു. അന്ന് ഒരു ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ഉറക്കെ പ്രബോധനം ചെയ്യാൻ കഴിയാത്ത കാലഘട്ടത്തിൽ, അല്ലാഹു അക്ബർ എന്ന് ഉറക്കെ വിളിക്കാൻ കഴിയാത്ത കാലഘട്ടത്തിൽ, പരസ്യമായി നമസ്കരിക്കാൻ പോലും കഴിയാത്ത സാഹചര്യത്തിൽ അവിടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എതിർക്കുവാൻ വേണ്ടി ശത്രുക്കൾ വരുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്കെതിരെ ആയുധമെടുക്കുകയും അവർക്കെതിരെ സംഘടിച്ചുകൊണ്ട് അവിടെ പ്രശ്നമുണ്ടാക്കുകയും അല്ല ചെയ്തത്. മറിച്ച് അവിടെ എങ്ങനെയാണ് ഇടപെടേണ്ടത് എന്ന് വളരെ പക്വമായി അത്തരം സമൂഹത്തെ എങ്ങനെയാണ് പ്രതിരോധിക്കേണ്ടത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് കാണിച്ചു തരികയാണ്. ഇപ്പൊ നമ്മുടെ രാജ്യം, ഇവിടെ ഒരു ഭരണ സംവിധാനമുണ്ട്. ആ ഭരണ സംവിധാനത്തിന്റെ നിയമങ്ങൾ അനുസരിക്കുവാൻ നമ്മൾ ഓരോരുത്തരും ബാധ്യസ്ഥരാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അത് തന്നെയാണ് ചെയ്തത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്ക ജീവിത കാലഘട്ടത്തിൽ അദ്ദേഹം ഒരു ഭരണകർത്താവല്ലായിരുന്നു. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള രാഷ്ട്ര സംവിധാനമായിരുന്നില്ല അവിടെ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നിലവിലുള്ള സംവിധാനത്തിനോട് എതിരാകാതെയായിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെയുള്ള ഓരോ കാര്യങ്ങളും ചെയ്തിരുന്നത്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നിയമം കയ്യിലെടുക്കുവാനുള്ള അനുവാദം ഒരാൾക്കും ഏത് രാഷ്ട്രത്തിലാണെങ്കിലും ആ രാഷ്ട്രങ്ങളിൽ ഇല്ല എന്നുള്ളതാണ്. ഇപ്പൊ ഇസ്ലാമിക രാഷ്ട്രങ്ങളിലാണെങ്കിൽ പോലും അവിടെ നിയമം കയ്യിലെടുക്കാനുള്ള അനുവാദം ഒരു പൗരനുമില്ല. നിയമത്തിന് വിധേയമായിക്കൊണ്ടാണ്, ആ നിയമത്തിന്റെ സാധ്യതകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് നമ്മൾ ഉണ്ടാകേണ്ടത്.
അതാണ് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത്തരം വിഷയങ്ങളിൽ നമ്മൾ പ്രമാണങ്ങൾ എന്താണോ പറയുന്നത് അവിടെ നിൽക്കുകയും അതിനപ്പുറത്തേക്ക് പോകാതിരിക്കുകയുമാണ് ചെയ്യേണ്ടത്. വളരെ വിശദമായി ഈ വിഷയം ബഹുമാനനായ അനസ് മൗലവി നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കും. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.